കോവിഡാനന്തരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടായത് കുമരകത്താണെന്ന് ടൂറിസം മന്ത്രി അഡ്വക്കേറ്റ് പി.എ. മുഹമ്മദ് റിയാസ്. ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ സർവകാല റെക്കോർഡാണ് 2023 ഉണ്ടായതെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ആദ്യത്തെ മാതൃകാ ഉത്തരവാദിത്വ ടൂറിസം ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ട ഐമനം ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് പൂർത്തീകരിച്ച വലിയമട വാട്ടർ ഫ്രണ്ട് ടൂറിസം പദ്ധതിയുടെയും ചീപ്പുങ്കൽ ഹൗസ് ബോട്ട് ടെർമിനലിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ സർവകാല റെക്കോർഡാണ് 2023 ഉണ്ടായതെന്നും കോവിഡാനന്തര കാലത്തെ ട്രെൻഡുകൾക്കനുസരിച്ച് പ്രവർത്തിച്ചതാണ് ടൂറിസം മേഖലയെ തുണച്ചതെന്നും മന്ത്രി പറഞ്ഞു. കോവിഡിന് ശേഷം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹോട്ടൽ റൂം ബുക്കിംഗ് നടന്നത് കുമരകത്താണ്. കുമരകം ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്തുന്ന ഘട്ടത്തിൽ അതിനെല്ലാ പിന്തുണയും ടൂറിസം വകുപ്പ് ഉറപ്പു നൽകുകയാണ്. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി നമ്മുടെ സംസ്ഥാനം മാറി കഴിഞ്ഞിരിക്കുകയാണ്. 2023 സഞ്ചാരികളുടെ വരവ് കണക്ക് ഒക്കെ നമ്മൾ പരിശോധിച്ചപ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ആഭ്യന്തര സഞ്ചാരികൾ കേരളം ഉണ്ടായതിനു ശേഷമുള്ള സർവകാല റെക്കോർഡ് എണ്ണത്തിലെത്തി 2023 വർഷം എന്നുള്ളതാണ് പ്രത്യേകത. 2,18,71,641 ആഭ്യന്തര സഞ്ചാരികളാണ് 2023 നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിലെത്തിയത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 15.92% വർധനമാണിത്. വലിയമട വാട്ടർ ടൂറിസം സൈറ്റിൽ നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, ഐമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.ജി. രാജേഷ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. 4.85 കോടി രൂപയിൽ ഐമനം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 5.5 ഏക്കർ വിസ്തൃതിയുള്ള വലിയമടക്കുളം നവീകരിച്ചാണ് വാട്ടർ ഫ്രണ്ട് ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത്. കളർ മ്യൂസിക് വാട്ടർ ഫൗണ്ടൻ, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, ഫ്ലോട്ടിംഗ് വാക്ക്വേ, പെഡൽ ബോട്ടിംഗ്, റെയിൻ ഷട്ടർ, ഇരിപ്പിടങ്ങൾ, കുട്ടികൾക്കുള്ള കളിയിടം, സൈക്ലിംഗ് ഏരിയ, പൂന്തോട്ടം തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിനായിരുന്നു നിർമ്മാണ ചുമതല. കുമരകം ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.44 കോടി രൂപ ചെലവഴിച്ചാണ് ചീപ്പുങ്കൽ ഹൗസ് ബോട്ട് ടെർമിനൽ പൂർത്തീകരിച്ചത്. മാന്നാർ പഞ്ചായത്ത് 13-ാം വാർഡിലെ കൊട്ടാരം കണ്ണംകുഴിക്കലുങ്ക് റോഡ് മന്ത്രി സജി ചെറിയാൻ നാടിന് സമർപ്പിച്ചു. 2 ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന റോഡിന്റെ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. 2 ഘട്ടങ്ങളിലായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നുള്ള 38 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1-ാം ഘട്ടമാണ് പൂർത്തീകരിച്ചത്. 2-ാം ഘട്ടമായി റോഡ് കോൺക്രീറ്റ് ചെയ്ത് ബാക്കി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി 25 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി അറിയിച്ചു. ഓരോ പഞ്ചായത്തിലും കൈപ്പെട്ട് വരികയാണ്. കുടിവെള്ള പദ്ധതി, സ്കൂൾ കെട്ടിടങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, സർക്കാർ ഓഫീസുകൾ, എല്ലാ വില്ലേജ് ഓഫീസ് സ്മാർട്ടായി. 11 വില്ലേജ് ഓഫീസ് സ്മാർട്ടായി എന്നുള്ളതാണ്. 12 വില്ലേജ് ഓഫീസ് 12 സ്മാർട്ടായി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. കായിക രംഗത്ത് 5 ടഫ് കോർട്ടറുകളാണ് ഇപ്പോൾ അനുവദിച്ചത്. ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കാൻ പോവുകയാണ്. ഈ രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും പ്രവർത്തനം വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ട്. ഇതിലിപ്പോൾ വേണ്ടത് 25 ലക്ഷം രൂപയാണെന്നാണ് പ്രസാദ് പറയുന്നത്. കോൺക്രീറ്റ് ചെയ്യാൻ എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം ഒരു ഘട്ടം നമുക്ക് ആരംഭിക്കാം. ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ വീണ്ടും വരാം. പൈസ തരാതെ വരാൻ പറ്റത്തില്ല. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് അധ്യക്ഷത വഹിച്ചു. പോസ്റ്റുകൾ സ്ഥാപിച്ച് വഴിവിളക്കുകൾ എത്തിക്കുന്നതിന് വേണ്ട നടപടി പഞ്ചായത്ത് സ്വീകരിക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. രത്നകുമാരി പറഞ്ഞു. യോഗത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബി.കെ. പ്രസാദ്, അനിൽ എസ്. അമ്പിളി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ADS സെക്രട്ടറി ലതിക സോമരാജൻ എന്നിവർ സംസാരിച്ചു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് C.A. അരുൺകുമാറിന്റെ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡല ഇലക്ഷൻ കൺവെൻഷൻ കഴിഞ്ഞ ദിവസം നടത്തി. കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. UP-യിൽ 1 രൂപ കേന്ദ്രത്തിന് ടാക്സ് ആയിട്ട് കൊടുത്താൽ 3 രൂപ തിരിച്ചു തരികയാണ്. ബീഹാറിൽ 1 രൂപ ഇന്ന് കേന്ദ്രത്തിലേക്ക് കൊടുത്താൽ 7 രൂപ തിരിച്ചു തരികയാണ്.
എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ കൊടുത്താൽ 7 ലക്ഷം രൂപ തിരിച്ചു തരും. കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ തിരിച്ചു തരികയാണ്. പക്ഷെ കേരളത്തിൽ എത്രയാണ്? കേരളത്തിൽ 1 രൂപ കൊടുത്താൽ 40 പൈസ തിരിച്ചു തരും. കൊടുക്കുന്നതിനേക്കാൾ കുറച്ചാണ് തരുന്നത്. കാരണം ചോദിച്ചാൽ പറയുന്നത്, നിങ്ങൾ വികസിച്ചല്ലോ, നിങ്ങൾ വികസനം നടത്തിയല്ലോ, നീ അവിടെ നിൽക്കുക, നീ ഞങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം. നമ്മളിപ്പോൾ നമുക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സ്കൂൾ മാത്രം എടുത്തോ, അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ 140 നിയോജക മണ്ഡലത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഏറ്റവും ചുരുങ്ങിയത് 5 കോടി രൂപയെങ്കിലും മുടക്കി, 800 കോടിയോളം മുടക്കി ആ ഹയർ സെക്കൻഡറി സ്കൂളുകളൊക്കെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കുകയും ഇന്ന് വിദ്യാർത്ഥികൾ ആ ഗവൺമെന്റ് സ്കൂളുകൾ കൂടുതൽ വരികയും ഏറ്റവും നല്ല റിസൾട്ട് ലഭിക്കുകയും ചെയ്തു. ടൗൺ ഹാൾ അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ CPIM ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KC ജോസഫ് അധ്യക്ഷനായിരുന്നു. മന്ത്രി P പ്രസാദ്, ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് K സോമപ്രസാദ്, CPIM ജില്ലാ സെക്രട്ടറി AV റസൽ, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു, അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA, അഡ്വക്കേറ്റ് റെജി സക്കറിയ, MD കുര്യൻ, പ്രൊഫസർ MD ജോസഫ്, കൃഷ്ണകുമാരി രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊല്ലം തിരുപ്പതി പുതിയ ട്രെയിൻ സർവീസ് ആരംഭിച്ചു. സർവീസ് യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച കൊടിക്കുന്നിൽ സുരേഷ് MP കന്നി യാത്രക്കാരനായി. രാജ്യത്താകമാനം കഴിഞ്ഞ ദിവസം 70 പുതിയ ട്രെയിൻ സർവീസുകളാണ് ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. അതേസമയം കൊല്ലത്ത് ട്രെയിൻ പുറപ്പെടുന്ന സമയത്ത് NK പ്രേമചന്ദ്രൻ MPയും കൊടിക്കുന്നിൽ സുരേഷ് MPയും എത്തിയിരുന്നു. ഉദ്ഘാടന യാത്രയിൽ കൊടിക്കുന്നിൽ സുരേഷ് MPയും പങ്കാളിയായി. ഓരോ സ്റ്റേഷനിലും MPക്ക് സ്വീകരണം ഒരുക്കിയിരുന്നു. ചങ്ങനാശ്ശേരിയിൽ യാത്ര അവസാനിപ്പിച്ചിറങ്ങിയ MPയെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു കോയിപ്പുറം, കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം BJ ലാലി തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഇന്ത്യയൊട്ടാകെ 70ഓളം പുതിയ ട്രെയിനുകളും അതുപോലെ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെയാണ് പ്രധാനമന്ത്രി ഓൺലൈനായിട്ട് അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിലൂടെ ഡൽഹിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തത്. അതേസമയം കൊല്ലത്ത് പ്രധാനമന്ത്രി ഫ്ലാഗ് ചെയ്യുമ്പോൾ തന്നെ കൊല്ലത്തും ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങിന് മുമ്പ് കൊല്ലത്ത് യോഗം നടന്നു. അതിൽ MP ഞാനും അവിടുത്തെ MP NK പ്രേമേന്ദ്രനും സംസാരിച്ചു. തുടർന്ന് കൃത്യം 9:15 തന്നെ ട്രെയിൻ അവിടെ നിന്ന് വിട്ടു, തിരുപ്പതിയിലേക്ക് വിട്ടു. ട്രെയിൻ ആഴ്ചയിൽ 2 ദിവസം ഓടുന്നത്. വെള്ളിയാഴ്ച അവിടെ നിന്ന് ആരംഭിച്ച് ശനിയാഴ്ച വരികയും തിരിച്ചു പോവുകയും ചെയ്യും. ശബരിമലയുടെ കവാടമാണ് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിലെ ചെങ്ങന്നൂർ. ഏതാണ്ട് 3-3.5 കോടി അയ്യപ്പ ഭക്തന്മാർ വർഷം തോറും വരുന്ന ശബരിമലയിൽ അതിന്റെ ഒരു 2 കോടി അയ്യപ്പ ഭക്തന്മാരെങ്കിലും ചെങ്ങന്നൂരിലാണ് സ്പെഷ്യൽ ട്രെയിനുകളിൽ വന്നിറങ്ങി ശബരിമലയിലേക്ക് പോകുന്നത്. ഇതിൽ തന്നെ ധാരാളം തീർത്ഥാടകര് വരുന്നത് തിരുപ്പതി ദർശനം കഴിഞ്ഞിട്ടാണ് ചെങ്ങന്നൂരിലേക്ക് വരുന്നത്. താൻ നിരന്തരം റെയിൽവേ മന്ത്രാലയത്തിൽ സമ്മർദ്ദം ചെലുത്തിയാണ് പല ട്രെയിൻ സർവീസുകളും ആരംഭിക്കുന്നതെന്ന് MP വെളിപ്പെടുത്തി. റെയിൽവേ ഉപദേശക സമിതി അംഗം കൂടിയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണം കോട്ടയം ജില്ലയിൽ ആരംഭിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജില്ലാ ഹബ്ബിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു വിതരണത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. അധ്യയന വർഷം ആരംഭിക്കും മുമ്പ് തന്നെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാഠപുസ്തകം എത്തിക്കാനാണ് വിതരണം നേരത്തെ ആരംഭിച്ചതെന്ന് KV ബിന്ദു പറഞ്ഞു. കുടുംബശ്രീക്കാണ് പുസ്തക വിതരണ ചുമതല. വിവിധ സ്കൂളുകളിലെ 251 സൊസൈറ്റികൾ വഴിയാണ് ആദ്യഘട്ടത്തിൽ വിതരണം നടത്തുക. സിലബസിൽ മാറ്റം വരാത്ത 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളാണ് ആദ്യം വിതരണം ചെയ്യുക. ജില്ലയിലെ 910 സ്കൂളുകളിലേക്കുള്ള 3,81,283 പാഠപുസ്തകങ്ങളാണ് ആദ്യഘട്ട വിതരണത്തിന് തയ്യാറായിട്ടുള്ളത്. 2 ആഴ്ച കൊണ്ട് വിതരണം പൂർത്തിയാക്കാനാകുമെന്നാണ് കരുതുന്നത്. സിലബസ് മാറി പുതിയ പുസ്തകങ്ങളായി പരിഷ്കരിച്ച 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തക വിതരണം 2ാം ഘട്ടത്തിൽ നടക്കും. ജില്ലയിൽ ആകെ 13,46,479 പുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. മെയ് 15-നകം പുസ്തക വിതരണം പൂർത്തീകരിക്കാനാകുമെന്നാണ് കരുതുന്നതെന്നും KV ബിന്ദു പറഞ്ഞു. കുട്ടികളുടെ എണ്ണം വർദ്ധിക്കണമെങ്കിൽ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾ എല്ലാവരും കൂടി വിചാരിക്കണം. കാരണം ഒരു സർക്കാർ സ്കൂള് നിലനിർത്തുക എന്ന് പറയുന്നത് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയോ അല്ലെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് ഈ പൊതുസമൂഹത്തിൻ്റെ ആകെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂള് നിലനിർത്തേണ്ട ഉത്തരവാദിത്തം നമ്മളുടെ എല്ലാവരുടെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ പഞ്ചായത്തിനും അതിനകത്ത് വലിയ പങ്ക് വഹിക്കുവാൻ വേണ്ടി കഴിയും. ജനപ്രതിനിധികൾക്ക് നല്ല റോൾ എടുക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ എടുത്തിട്ടുള്ള ജില്ലയിലെ ചില സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട്. ആ സ്കൂളിലല്ലാതെ
ആ പഞ്ചായത്തിലെ ഒരു കുട്ടി പോലും ഒരു പഞ്ചായത്ത് ഞാൻ പഞ്ചായത്തിൻ്റെ പേര് പറയുന്നില്ല, ആ പഞ്ചായത്തിലെ കുട്ടികൾ മറ്റ് സ്ഥലങ്ങളിൽ പോയി പഠിക്കുന്നില്ല. മുഴുവൻ കുട്ടികളും അവരുടെ തന്നെ പഞ്ചായത്തിലെ സ്കൂളുകളിലാണ് പഠിക്കുന്നത്. ഇതൊക്കെ വലിയ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആ പഞ്ചായത്ത് ഭരണസമിതി. പുസ്തക വിതരണ ചടങ്ങിൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം CS സുധൻ അധ്യക്ഷനായി. വിദ്യാകിരണം ജില്ലാ മിഷൻ കോർഡിനേറ്റർ KJ പ്രസാദ്, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ KK കവിത, പുതുപ്പള്ളി സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് അനിത ഗോപിനാഥൻ, D ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയതിൽ പ്രതിഷേധം ശക്തം. LDF ചമ്പക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മങ്കൊമ്പിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. മങ്കൊമ്പിൽ ചൊവ്വാഴ്ച വൈകിട്ട് നടത്തിയ പ്രതിഷേധ പ്രകടനവും യോഗവും CPIM ഏരിയ കമ്മിറ്റി അംഗം G രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിഭാഗീയതയിലൂടെ ഹൈന്ദവ രാഷ്ട്രം സൃഷ്ടിക്കാൻ BJP സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഇടതുപക്ഷം മാത്രമാണ് തയ്യാറാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വിഭാഗീയത നടപ്പാക്കിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഒരു ഹൈന്ദവ രാഷ്ട്രം കെട്ടിപ്പടുക്കുവാനുള്ള പരിശ്രമമാണ്. നിങ്ങൾക്കറിയാം, ഹൈന്ദവ മതത്തിൻ്റെ ഓരോ അടയാളങ്ങളും അതെല്ലാം ഫാസിസ്റ്റിൻ്റെ ഭാഗമായി ഹൈന്ദവ മതത്തിൻ്റെ ഓരോ അടയാളങ്ങളും അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെയൊക്കെ തന്നെ ഹൈന്ദവരുടെ ഒരു വിശ്വാസം, ഹൈന്ദവരുടെ ഒരു ഗീത, അല്ലെങ്കിൽ ഹൈന്ദവരുടെ ഒരു ഗീതം, അല്ലെങ്കിൽ ഹൈന്ദവരുടെ എന്തെങ്കിലും ഒരു സങ്കല്പം, ഇതെല്ലാം തന്നെ മോഡിയെ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കിക്കൊണ്ട് വരുന്നുള്ള പരിശ്രമം BJP നടത്തിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം പള്ളികളാകെ നശിച്ചുകൊണ്ട് ഇതെല്ലാം തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങളാക്കുന്നുള്ള പരിശ്രമം നടത്തുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ഇതിനെപ്പറ്റി ഒരു അക്ഷരം സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ഇതെല്ലാം തന്നെ മോഡിയുടെ നിയമങ്ങളാകെ തന്നെ, മോഡിയുടെ നയങ്ങളാകെ തന്നെ പരിശ്രമിക്കുന്ന സമീപനമാണ് അവരെത്തിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇലക്ഷൻ വരാൻ പോകണം. ഇവിടെ ഈ കൈപ്പത്തിയുടെ പുറകിൽ ഒരു താമര ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് ഈ കൈപ്പത്തിക്കാരനാകെ തന്നെ നാളെ താമരയായിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളെയാകെ തന്നെ, ജനങ്ങളുടെ താല്പര്യങ്ങളാകെ തന്നെ അട്ടിമറിക്കുന്നതിനുള്ള പരിശ്രമം നടത്തുകയാണ്. പ്രതിഷേധ യോഗത്തിൽ CPI ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തോമസ് ജോസഫ് അധ്യക്ഷനായി. CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG അരുൺകുമാർ, P സജിമോൻ, TG ജലജകുമാരി, B ലാലി, MS ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. പൗരത്വ നിയമ ബില്ലിനെതിരെ DYFI മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. മാന്നാർ ബ്ലോക്ക് സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ലിജോ ജോയ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിനകത്തെ ഒരു വിഭാഗത്തിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ രണ്ട് രീതിയിൽ കാണുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നയങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ DYFIയുടെ മേഖലാ കമ്മിറ്റിയുടെ യൂണിറ്റ് കമ്മിറ്റി ഘടകങ്ങളുടെയൊക്കെ രീതിയിൽ വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തുവാനാണ് DYFI തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിഷേധ യോഗത്തിൽ DYFI മാന്നാർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെബിൻ കെന്നഡി അധ്യക്ഷനായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രന്തീർ കുമാർ, അരുൺ മുരുകൻ, ദീപു, ഷാരോൺ എന്നിവർ സംസാരിച്ചു. സ്റ്റോർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പരുമല ജംഗ്ഷനിൽ സമാപിച്ചു. ചമ്പക്കുളം പബ്ലിക് ലൈബ്രറിക്കായി പുതിയ ഹാൾ നിർമ്മിക്കുന്നു. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സംയുക്ത പദ്ധതിയിൽ 11.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഹാൾ നിർമ്മാണം. തോമസ് കെ തോമസ് MLA ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഇച്ഛാശക്തിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതിൻ്റെ തെളിവാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ ദർ ഈസ് എ വേ എന്ന് പറയുന്ന പോലെ നമുക്ക് മനസ്സുണ്ടെങ്കിലേ വഴിയുണ്ടാകും. അപ്പോൾ അത് ചെറിയ തോതിലാണെങ്കിലും അത് കാണിക്കണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ കലാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് റൈറ്റ്സ്നെസ് ഇൻ ദ ഹാർട്ട് ദർ ഈസ് ബ്യൂട്ടി ഇൻ ദ ക്യാരക്ടർ എന്നാണ്. ഈ ക്യാരക്ടറിലുള്ള ബ്യൂട്ടിയാണ് ഏറ്റവും പ്രാധാന്യം. നമ്മുടെ ഒരു ചിരി, നമ്മുടെ ഒരു സംസാരം, ഒരു ഇടപെടൽ അത് മറ്റുള്ളവർക്ക് ഉത്തേജനം പോലും എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പൂ. അതുപോലെ ഇതൊരു ചെറിയ സംഭവമായിട്ട് കാണാനൊക്കത്തില്ല.
കാരണം ഗ്രന്ഥശാല എന്ന് പറയുമ്പോൾ അതിനേറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വിഷയം. അതിലിപ്പോൾ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് വളരെ കുഞ്ഞു കുട്ടികൾ അകത്തിരുന്ന് ചിത്രം വരയ്ക്കുന്നു. അപ്പോൾ അതിന് മനസ്സുള്ള ആൾക്കാരുണ്ടെങ്കിലേ അത് പ്രാവർത്തികമാകട്ടെ. എല്ലാവരും കളക്ടറോ IPS ഉദ്യോഗസ്ഥരോ MLA യോ മുഖ്യമന്ത്രിയോ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ പ്രയാസം. അപ്പം എല്ലാ ആൾക്കാർക്കും അതിൻ്റേതായ പ്രാതിനിധ്യമുണ്ട്. 1946 ചമ്പക്കുളം പബ്ലിക് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് ചിലപ്പോഴൊക്കെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയും വീണ്ടും ശക്തമാവുകയും ചെയ്തിരുന്നു. 2018 മഹാപ്രളയത്തിൽ ലൈബ്രറി കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും പുസ്തകങ്ങളടക്കം നശിച്ചു പോവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ലൈബ്രറിക്ക് പുതിയ ഹാൾ നിർമ്മിക്കുവാൻ 2023-24 വാർഷിക പദ്ധതിയിൽ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് 5 ലക്ഷം രൂപയും CFC ഗ്രാന്റ് 5 ലക്ഷവും ഗ്രാമപഞ്ചായത്ത് പ്ലാൻ ഫണ്ട് 1.5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ശിലാസ്ഥാപന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് ജോസഫ്, LSGD ഓവർസിയർ ശൈലജ ബേബി, മേരി ഗിരിഗിരി, T മനു തുടങ്ങിയവർ പങ്കെടുത്തു. ജീവൻ രക്ഷിക്കാനായി ആയിരങ്ങൾ ഓടിയെത്തിയ മന്ദിരം ഇനി ഇല്ല. ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയുടെ പഴയ കെട്ടിടം പൊളിച്ചു തുടങ്ങി. ചരിത്ര നിർമ്മിതി ഇനി ഓർമ്മയിലേക്ക്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ചങ്ങനാശ്ശേരിയിലെ പഴയ ആശുപത്രി കെട്ടിടം പൊളിച്ചു മാറ്റുന്നത്. കാലപ്പഴക്കത്താൽ കെട്ടിടം ജീർണാവസ്ഥയിലുമായിരുന്നു. പലർക്കും ജീവൻ തിരിച്ചു കൊടുത്തതിൻ്റെ കഥകളാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്ന ചുവരുകൾക്ക് പറയാനുള്ളത്. പട്ടണത്തിൻ്റെ നടുവിൽ ചെറിയ കുന്നിൻ പുറത്ത് തലയെടുപ്പോടെ കഴിഞ്ഞ 128 വർഷങ്ങളായി നിലകൊള്ളുകയായിരുന്നു ഈ കെട്ടിടം. ഡിസ്പെൻസറി ചങ്ങനാശ്ശേരി എന്ന പേരിലായിരുന്നു തുടക്കം. ജനങ്ങൾ ചെലവെടുത്ത് കെട്ടിടം നിർമ്മിച്ചാൽ ഒരു ഡോക്ടറെ നിയമിക്കാമെന്നും മരുന്നുകൾ നൽകാമെന്നും തിരുവിതാംകൂർ ദിവാൻ ശങ്കരസുബ്ബയ്യൻ അനുമതി നൽകിയതോടെയാണ് ചങ്ങനാശ്ശേരിയിൽ ആശുപത്രി യാഥാർത്ഥ്യമായത്. സെന്റ് മേരീസ് മെത്രോപൊളിറ്റൻ പള്ളി അധികൃതർ ആശുപത്രിക്കായി 12 സെന്റ് സ്ഥലം നൽകിയെന്നും ബാക്കി ജനങ്ങളിൽ നിന്നായി ഏറ്റെടുത്തെന്നുമാണ് ചരിത്രം. 1895 മെയ് 8 ആശുപത്രിയുടെ ഉദ്ഘാടനം. ഫാദർ റെക്കോർഡ്സിന്റെ അധ്യക്ഷതയിലായിരുന്നു ഉദ്ഘാടന സമ്മേളനം. പള്ളി നൽകിയ താൽക്കാലിക കെട്ടിടത്തിന്റെ താക്കോൽ ഫാദർ സിറിയ കണ്ടങ്കരി മജിസ്ട്രേറ്റിനെ ഏൽപ്പിച്ചു. ഡോക്ടർ തോമസ് കോരയായിരുന്നു രോഗികളെ പരിശോധിക്കാൻ ആദ്യമായി നിയോഗിക്കപ്പെട്ടത്. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ഭാഗങ്ങളിൽ നിന്നും ചികിത്സ തേടി നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയത്. വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ജനറൽ ആശുപത്രി ഇപ്പോൾ സംസ്ഥാനത്തെ മികച്ച ഒരാശുപത്രിയായി മാറിയിട്ടുണ്ട്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 84 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. തലവടി സബ് ജില്ലയിൽ നിന്നും ഈ അധ്യയന വർഷത്തിൽ പെൻഷൻ പറ്റുന്ന പ്രധാന അധ്യാപകർക്ക് BRCയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. AEO K സന്തോഷ് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. BRC പരിധിയിൽ വരുന്ന വിവിധ സ്കൂളുകളിലെ പ്രഥമ അധ്യാപകരായ ടോം ജെ കൂട്ടക്കര, മാത്തുക്കുട്ടി വർഗീസ്, സീനിയമോൾ മാത്യു, ലീന തോമസ്, T ശാന്തി, ശ്രീലേഖ തങ്കജി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. സമ്മേളനത്തിൽ BPC ഗോപാൽജി അധ്യക്ഷനായിരുന്നു. CRC മായാലക്ഷ്മി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ ഷീലാകുമാരി, പ്രേമകുമാരി, BRC ട്രെയിനർ ഷിഹാബ് നൈന എന്നിവർ സംസാരിച്ചു. തിരുവല്ല ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർധന രോഗികൾക്കായി ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി വിവിധ ആശുപത്രികളുമായി സഹകരിച്ച് നിരവധി രോഗികൾക്കാണ് ഫൗണ്ടേഷൻ സഹായമെത്തിക്കുന്നത്. ബുധനാഴ്ച തിരുവല്ല ജോയ് ആലുക്കാസ് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും പെരിങ്ങര സർവീസ് സഹകരണ സംഘം പ്രസിഡന്റുമായ സാം ഈപ്പൻ, KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൈനാൻ മാത്യു എന്നിവർ ചേർന്ന് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു. രേഷ്മ രവീന്ദ്രൻ, അനുഷാജി, റെജി ചാക്കോ, വാസുദേവ തുളസി. ഈ പ്രോഗ്രാമിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്ന ഇത്രയും ബഹുമാന്യനും ആദരണീയനും തിരുവല്ലയിലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെട്ട നൈനാൻ സാറ്, ജോയി ആലുക്കാസിലെ തിരുവല്ല സ്ഥാപനങ്ങളുടെ മുഴുവൻ മാനേജറായ എൻ്റെ സഹോദര സുഹൃത്ത് ഭക്തജൻ ബഹുമാനായ ഷെൽട്ടൺ വി റാഫേൽ, വിജയ് പോൾ, TC ലോറൻസ്, സാലിമോൻ ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. ചമ്പക്കുളം SHUP സ്കൂളിൽ സംഘടിപ്പിച്ച ശതാബ്ദി സ്മാരക ക്വിസ് മത്സരത്തിൽ മണലാടി സെന്റ് മേരീസ് LP സ്കൂൾ വിജയികളായി. സ്കൂൾ മാനേജർ ഫാദർ ചാക്കോ ആക്കാത്ര മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മണലാടി സെന്റ് മേരീസ് LPSലെ ഏബൽ ജോസഫ് 1ാം സ്ഥാനവും അതേ സ്കൂളിലെ ജോസഫ് മാത്യു 2ാം സ്ഥാനവും കരസ്ഥമാക്കി.
തായങ്കരി സെന്റ് ആന്റണീസ് LP സ്കൂളിലെ എസ് ആദിത്യയ്ക്കാണ് 3ാം സ്ഥാനം. വിജയികൾക്ക് ഫാദർ പോരൂക്കര കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പാൾ ഫാദർ ജോസി കൊല്ലമാലിൽ CMI സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തകഴി ശിവശങ്കര പിള്ളയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം നിങ്ങളെപ്പോലെ ഇവിടെ ഇരുന്ന് പഠിച്ച ഒരു കുട്ടിയാണ്. 2, രാജ്യം നൽകുന്ന ഏറ്റവും വലിയൊരു പരമോന്നത ബഹുമതിയാണ് പത്മഭൂഷൺ എന്ന് പറയുന്നത്. അങ്ങനെ പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ള നമ്മുടെ CMI സഭയിലെ ഒരച്ഛനുണ്ട്, ഫാദർ ഗബ്രിയൽ ചിറമേൽ എന്ന് പറയുന്ന ഒരച്ഛൻ. അദ്ദേഹം ഇവിടെ പഠിപ്പിച്ച അധ്യാപകൻ. അപ്പോൾ ഇതുപോലെ ഒരുപാട് മഹാരഥന്മാർ, ഒത്തിരി അച്ഛന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഒരു കലാലയത്തിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ട്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിന്ദു സേവ്യർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അധ്യാപകൻ ജസ്റ്റിൻ ജോസഫ് ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകി. അധ്യാപകരായ അജയ് PA, ആൻസമ്മ PJ, റോഷിനി തോമസ്, S ഈശ്വരി എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ ഏതാനും അറിയിപ്പുകൾ. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംരംഭമായ കോട്ടയം പാമ്പാടി അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ കീഴിൽ ഓഫീസ് അസിസ്റ്റന്റ്, സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ എന്നീ സൗജന്യ കോഴ്സുകൾക്ക് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8289810279. ആലപ്പുഴ തോണ്ടൻകുളങ്ങര ഭാഗത്ത് കുടിവെള്ള പൈപ്പ് ലൈനിൽ പണി നടക്കുന്നതിനാൽ തോണ്ടൻകുളങ്ങര SBIക്ക് എതിർവശമുള്ള മാളികമുക്ക് പുന്നമട റോഡിൽ കൂടിയുള്ള വാഹന ഗതാഗതം മാർച്ച് 15, 16 തീയതികളിൽ തടസ്സപ്പെടും. ചാത്തനാട്, വടികാട്, പഴവങ്ങാടി പമ്പ് ഹൗസുകളിൽ നിന്നുള്ള ജലവിതരണവും ഭാഗികമായി തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6010 രൂപ, പവന് 48,080 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.